ഹായ്, ഡിജിപോസ് എന്ന നമ്മുടെ സോഫ്റ്റ്വെയറിൽ പുതിയൊരു ഐറ്റം എങ്ങനെ മാസ്റ്ററിലോട്ട് ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഐറ്റം മാസ്റ്ററിൽ ഐറ്റം എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. കാറ്റഗറി ഐറ്റം ഏത് ഗ്രൂപ്പിൽ പെടുന്നതെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാറ്റഗറീസും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കീബോർഡിൽ F3 പ്രസ് ചെയ്തോ നമുക്ക് പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മെയിൻ കാറ്റഗറിയുടെ അണ്ടറിൽ സബ് കാറ്റഗറി ആയിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാറ്റഗറി നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കാറ്റഗറി വൈസ് നമുക്ക് സെയിൽസ്, സ്റ്റോക്ക്, പർച്ചേസ് എല്ലാ റിപ്പോർട്ടുകളും കിട്ടും. കൂടാതെ കാറ്റഗറി വൈസ് നമുക്ക് ഡിസ്കൗണ്ടുകൾ കൊടുക്കാൻ പറ്റും. ഇന്ന കാറ്റഗറിയിലുള്ള ഐറ്റംസിലെല്ലാം നമുക്കൊരു 10% ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. കാറ്റഗറി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്നത് മാനുഫാക്ചറാണ്. മാനുഫാക്ചർ നമ്മുടെ ബ്രാൻഡ് ആക്കുന്നതാണ്. അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ദെൻ യൂണിറ്റ് നമ്മൾ എൻ്റർ ചെയ്ത ഐറ്റംസ് അതിൻ്റെ യൂണിറ്റ് ബാഗാണോ കിലോയാണോ എന്താണെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്പറാണോ പാക്കറ്റാണോ എന്നുള്ളതെല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ റാക്ക് ഇത് ഏത് റാക്കിലായിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ റാക്ക് വൈസ് നമുക്ക് റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം കിട്ടും. കൂടാതെ ഇ-കൊമേഴ്സ് ഇൻറ്റഗ്രേഷൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ SKU കാര്യങ്ങളിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ HSN കോഡ്, നമ്മുടെ ഐറ്റത്തിൻ്റെ HSN കോഡ് എന്താണത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള HSN കോഡെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. പുതിയൊരു HSN കോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഈ ഐറ്റത്തിൽ ഞാൻ HSN കോഡ് കൊടുത്തു. ദെൻ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സെയിൽസ് റേറ്റ് ഇൻക്ലൂസീവ്, പർച്ചേസ് റേറ്റ് ഇൻക്ലൂസീവ് എന്നുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ ഈ ഐറ്റത്തിന് 100 രൂപ സെയിൽസ് റേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂസീവ്, അതായത് 100-നകത്ത് തന്നെ ടാക്സ് നിൽക്കുന്ന പോലാണോ, അതോ 100 + GST 5% ടാക്സ് ആണെങ്കിൽ 105 രൂപ സെയിൽസ് റേറ്റ് വരുന്ന പോലാണോ വേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ പർച്ചേസ് റേറ്റ്, ഐറ്റത്തിൻ്റെ പി റേറ്റ് എത്രയാണെന്ന് കൊടുക്കാം. കൂടാതെ നമുക്ക് സെയിൽസ് റേറ്റ്, നമ്മളിത് എന്ത് റേറ്റിനാണ് നമ്മളത് വിൽക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിന് 85 രൂപ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊരു 5 രൂപ MRP സെയിൽസ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് 5 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിൽ വരും. നമ്മൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ക്യാഷ് ഡിസ്കൗണ്ടോ ഐറ്റം വൈസ് ഡിസ്കൗണ്ടോ വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഈ MRP ഡിസ്കൗണ്ട് കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഡിസ്കൗണ്ട് കസ്റ്റമർക്ക് എത്ര കിട്ടി എന്നുള്ളത് ബില്ലിൽ നമുക്ക് കാണിക്കാനും പറ്റും. കൂടാതെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിന് തന്നെ ഇത് പ്രിവിലേജ് കസ്റ്റമർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൈസാണ് വരുന്നത്, ഹോൾസെയിൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇന്ന പ്രൈസിനാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത്. ഇങ്ങനെ പല പ്രൈസ് ലിസ്റ്റുകൾ സെറ്റ് ചെയ്യാനും അത് ഓരോ കസ്റ്റമറെ ബേസ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനുള്ള നമ്മുടെ സോഫ്റ്റ്വെയറിൽ പറ്റുന്നതാണ്. കൂടാതെ നമ്മൾ ഈ പ്രൈസ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മാർജിൻ്റെ കാര്യങ്ങൾ താഴെ കാണിക്കും. ടാക്സ് അടക്കം, ടാക്സ് ഇല്ലാതെ എത്ര മാർജിൻ വരുന്നുള്ളത് ഓരോ പ്രൈസ് ലിസ്റ്റിനെ ബേസ് ചെയ്തും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 5ഓളം മെത്തേഡുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. നമ്മുടെ സെയിൽസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് പി റേറ്റ് പ്ലസ് എന്നുള്ളതാണ്. അതായത് പർച്ചേസ് റേറ്റിൻ്റെ കൂടെ ഇത്ര ശതമാനം ആഡ് ചെയ്ത് സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് രണ്ട് വരുന്നത് MRP മൈനസ്, അതായത് MRPന്ന് ഇത്ര ശതമാനം കുറച്ച് സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. 3 നമുക്ക് വരുന്നത് സി റേറ്റ് ഇൻക്ലൂസീവ്. സി റേറ്റ് എന്ന് വെച്ചാൽ ഐറ്റത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റാണ്. ലാൻഡിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ബില്ലിലുള്ള പർച്ചേസ് റേറ്റ് കൂടാതെ നമുക്ക് മറ്റ് പല എക്സ്പെൻസും ഉണ്ടാകും. ചിലപ്പോൾ കേസിൽ ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടുക. ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ പി റേറ്റിനേക്കാളും കുറവായിരിക്കും നമ്മുടെ ലാൻഡിങ് കോസ്റ്റ് വരുന്നത്. അതുകൂടാതെ ചിലപ്പം ഫ്ലൈറ്റ് ആൻഡ് കൂലി അടക്കം മറ്റു പല എക്സ്പെൻസുകളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പം അത് കഴിഞ്ഞ് ഐറ്റത്തിൻ്റെ ലാൻഡിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മളോട് കൊടുത്ത മാർജിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. സി റേറ്റ് ഇൻക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ ലാൻഡിങ് കോസ്റ്റ് പ്ലസ് GST പ്ലസ് നമ്മുടെ മാർജിൻ ആഡ് ചെയ്യുന്നത്. സി റേറ്റ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡിങ് കോസ്റ്റിനൂടെ മാർജിൻ ആഡ് ചെയ്യും, ടാക്സ് എടുക്കുന്നില്ല. അങ്ങനെ പല രീതിയിൽ നമുക്കിത് മാർജിൻ നമ്മുടെ സെയിൽസ് റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ വിട്ടുപോയി, നമ്മുടെ മാർജിൻ സ്ലാബ്. അത് നമുക്ക് നേരത്തെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും, എത്ര % ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതായത് ഓരോ പ്രൈസിനും എത്ര %. ഇപ്പം നമ്മുടെ മാർജിന് 50% മേളിലുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുക. 100% മേളിൽ മാർജിനുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 30% കൊടുക്കുക. അത് ഓരോ പ്രൈസ് ലിസ്റ്റിലും നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ സെയിൽസ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ആയിക്കൊള്ളും. ഇനി നമുക്ക് ഇതിൻ്റെ ബാർ കോഡിൻ്റെ ഓപ്ഷൻസ്. ഒന്ന് നമുക്ക് 4 ഓപ്ഷൻസാണ് ബാർ കോഡിലുള്ളത്. അതിൽ നന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാർ കോഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ, ബാർ കോഡ് ഒട്ടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളുണ്ടാവും. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ലഡു, അല്ലെങ്കിൽ ബേക്കറി പ്രൊഡക്റ്റിലാണെങ്കിൽ ലഡു, അങ്ങനെ കുറേ പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക് ബാർ കോഡ് ഒട്ടിക്കാൻ പറ്റാത്ത. ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് നന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഐറ്റം കോഡ് തന്നെ ബാർ കോഡിലോട്ട് പോയിക്കോളും. രണ്ട് വരുന്നത് മാനുഫാക്ചർ ബാർ കോഡുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ബാർ കോഡ് റീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാർ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. അപ്പോൾ ഒരു ബാർ കോഡിൽ മൾട്ടിപ്പിൾ MRP വന്നാൽ അതെല്ലാം സപ്പോർട്ട് ചെയ്തോളും. ഇനി വരുന്നത് ഓട്ടോ ബാർ കോഡ്. ഓട്ടോ ബാർ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഫാൻസി ടോയ്സ്,
നമ്മൾ ഒത്തിരി ഐറ്റംസ് ഉണ്ടാകും. കൂടാതെ പപ്പടം പോലുള്ള കുറേ ലോക്കൽ പ്രൊഡക്റ്റുകൾ ബാർകോഡ് ഇല്ലാതെ വരുന്നുണ്ട്. അതിനെല്ലാം ഓട്ടോ ബാർകോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റം പർച്ചേസിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു ബാർകോഡ് ജനറേറ്റ് ചെയ്ത് അത് പ്രിൻറ്റ് തന്നോളും. കൂടാതെ വെയിങ് മെഷീൻ ബാർകോഡ് ആകുമ്പോൾ നമ്മൾ ഡെയിലി പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന ഐറ്റംസ് വെയിങ് മെഷീനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് വെയിങ് മെഷീൻ ബാർകോഡിൽ കൊടുക്കുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട വെയിങ് മെഷീനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട PLV നമ്പറെല്ലാം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആകുകയും വെയിങ് മെഷീനകത്തോട്ട് ഐറ്റം പുള്ളി ചെയ്യുകയും ചെയ്തോളൂ. ഇനി ഓട്ടോ ബാർകോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് കൂടാതെ ഐറ്റം മാർഷൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രമായിട്ട് നമുക്ക് എനേബിൾ ചെയ്യുകയും സെറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് നമുക്ക് ഐറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഫ്രൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടുതലും ഹോൾസെയിലേഴ്സും കൺസ്ട്രക്ഷൻ സ്ഥാപനങ്ങളൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും കൂലീസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബില്ലിൽ ആഡ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. കൂടാതെ റീ ഓർഡർ ലെവൽ ഈ ഐറ്റം മിനിമം ഇത്ര സ്റ്റോക്ക് കീപ്പ് ചെയ്യണമെന്നത് നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, മിനിമം റേറ്റ്, മാക്സിമം റേറ്റ്, ഐറ്റത്തിൻ്റെ ഷെൽഫ് ലൈഫ്, മിനിമം എത്ര പീരീഡ് നമുക്ക് ഐറ്റം സ്റ്റോക്കിലിരിക്കാൻ പാടില്ല, അങ്ങനെ ഷെൽഫ് ലൈഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ക്ലാസ്, അതായത് സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, സർവീസ് ഐറ്റം ഉണ്ട്. സർവീസ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അത് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്തില്ല, പക്ഷേ സെയിൽ ചെയ്ത് പോകാൻ പറ്റും. അതിനുവേണ്ടിയുള്ള പ്രൊഡക്റ്റ് ക്ലാസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രമായിട്ട് എനേബിൾ ചെയ്യും, വേണ്ടാത്ത ഫീൽഡുകൾ ഡിസേബിൾ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഐറ്റം എൻ്റർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വിൻഡോയിൽ സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്.